Good afternoon. Good afternoon. Good afternoon. Good afternoon. എല്ലാരും വായിച്ചു നോക്കിയില്ലേ? കഴിഞ്ഞ ദിവസത്തെ കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. വായിച്ചു നോക്കിയിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിലത്തെ? എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ? കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇല്ല, എല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലായെന്നാണോ മനസ്സിലായില്ലെന്നാണോ പറയണേ? മനസ്സിലായി. ഓക്കെ, മനസ്സിലായല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് പി വത്സനെ കുറിച്ചിട്ടാണല്ലോ ആദ്യം പറഞ്ഞത്. പി വത്സല, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ, കൃതികൾ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ, ഓർമ്മയുണ്ടോ? നെല്ല്, കൂമൻകൊല്ലി, നിഴലുറങ്ങുന്ന വഴികൾ. ഓക്കെ, എന്നാണ് അവർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്? 2021. 2021 അല്ലേ? ഓക്കെ. എന്നാണ് അവർ മരിച്ചത്? 2023 നവംബർ 23. ഓക്കെ. കിളിക്കാലം ആത്മകഥ. ഓക്കെ, കിളിക്കാലം. ഇനി നമ്മള് പ്രകൃതിക്ഷോഭങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ വേറെന്താ ഒരെണ്ണം കൂടി പറഞ്ഞല്ലോ, പ്രകൃതി ദുരന്തങ്ങളും പറഞ്ഞു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രകൃതിക്ഷോഭങ്ങൾ എന്താ? നാച്ചുറൽ ഹസാർഡ്സ്. പ്രകൃതി പ്രതിഭാസം മൂലം ജീവൻ സ്വത്തിനുള്ള നാശം വരുന്നതാണ് പ്രകൃതിക്ഷോഭം എന്ന് പറയുന്നത്. ഇനി പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലോ? പ്രകൃതിദത്തമായുള്ള കാരണങ്ങൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തം. ഓക്കെ, എന്തൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്? ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. ചുഴലിക്കാറ്റ്, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, ആലിപ്പഴം വീഴ്ച, ഹിമപാതം, വരൾച്ച, ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, ഹിമഘാതം. ദുരന്തങ്ങളാണ് അല്ലെ? ഇനി പുല്ലൂരാമ്പാറയില് എന്നാണ് ഉണ്ടായത് ഉരുൾപൊട്ടല്? ഏത് വർഷം? 2012. ശംഭൂരിയിലാണെങ്കിലോ തിരുവനന്തപുരത്തെ? 2001. ഇനി എങ്ങനെയാ ഉരുൾപൊട്ടൽ ഉണ്ടാവണെന്നൊന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാള് പറ കേട്ടാ. ഒരാള് പറ, എങ്ങനെയാ ഉരുൾപൊട്ടൽ ഉണ്ടാവണേ? 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള ഇടങ്ങളില് കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യത. അതെങ്ങനെയാ? അതിന്റെ പ്രോസസ് എങ്ങനെയാ? ഉരുൾപൊട്ടൽ ഉണ്ടായി വരുന്നതിന്റെ പ്രോസസ് എങ്ങനെയാണ്? ധാരാളം ജലം മണ്ണിലേക്ക് ഇറങ്ങുമ്പോ മണ്ണും മണ്ണിലുള്ള ഒരുമിച്ച് കുത്തിയൊലിച്ച് സമ്മർദ്ദം ചെലുത്തും, താഴേക്ക് വരും. താഴേക്ക് വരും. എല്ലാരും കൂടി താഴേക്ക് വരും അല്ലെ? അപ്പൊ ഭൂഗുരുത്വം മൂലം പാറയിലും മറ്റും ഇതൊക്കെ അടർന്ന് താഴേക്ക് വീഴും. അതാണ് ഉരുൾപൊട്ടൽ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ അല്ലെ, കുന്നിന്റെ വശങ്ങൾ ഇടിച്ച് മണ്ണെടുക്കല്, കുത്തനെ ചെരിവുള്ള ഇടങ്ങളിൽ മണ്ണിൽ ഇളക്കം തട്ടുന്ന വിളകൾ കൃഷി ചെയ്യല്, ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ വീടുകളും മറ്റും കെട്ടിടങ്ങളും നിർമ്മിക്കല്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ, ഇനി നമുക്കൊന്ന് ശാസ്ത്രീയമായ ഭൂവിനിയോഗ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇത് എന്താ പറയാ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് മുൻകരുതലുകൾ എടുക്കേണ്ടതെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടാ. ആദ്യത്തേത്, കുന്നിൻ ചെരിവുകളെ തട്ടുകളാക്കി ചരിവിന്റെ അളവ് കുറയ്ക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങളൊന്ന് പോയിന്റ് ചെയ്ത് വെക്കണം കേട്ടോ. പ്രിന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതൊക്കെ ചോദിക്കാം. കുറച്ച് സ്ലോലി പറയാം, ഒന്ന് എഴുതിയെടുക്കാനേ. എഴുതി മോള് മാത്രം എഴുതിയെടുക്കുന്നുള്ളോ? വേറെ ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടോ? എഴുതിയെടുക്കുന്നുണ്ടല്ലേ? അപ്പൊ ഞാൻ സോയില് പറയട്ടെ. എന്റെ വിചാരം നിങ്ങള് ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കിട്ടുമല്ലോ, അപ്പൊ നിങ്ങൾ വായിച്ചോളൂ എഴുതുന്നുണ്ട് അല്ലെ? അപ്പൊ ശാസ്ത്രീയമായ ഭൂവിനിയോഗ രീതികളിന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന എഴുതാം കേട്ടോ. ശാസ്ത്രീയമായ ഭൂവിനിയോഗ രീതികള്. ആദ്യത്തേത്, കുന്നിൻ ചെരിവുകളെ തട്ടുകളാക്കി ചരിവിന്റെ അളവ് കുറയ്ക്കുക. കുന്നിൻ ചെരിവുകളെ
തട്ടുകളാക്കി ചരിവിന്റെ അളവ് കുറയ്ക്കുക. ഓക്കെ, കുന്നിൻ ചെരിവുകളെ തട്ടുകളാക്കി ചരിവിന്റെ അളവ് കുറയ്ക്കുക. 2, മലമ്പ്രദേശങ്ങളിലെ സ്വാഭാവിക നീർച്ചാലുകൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കുക. മലമ്പ്രദേശങ്ങളിലെ സ്വാഭാവിക നീർച്ചാലുകൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കുക. ഇനി 3-ാമത്തെ പോയിന്റ്, ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, അപ്പോ ശാസ്ത്രീയമായ ഭൂവിനിയോഗ രീതികളിൽ 3 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. 1, കുന്നിൻ ചെരിവുകളെ തട്ടുകളാക്കി ചരിവിന്റെ അളവ് കുറയ്ക്കുക. 2-ാമത്തേത്, മലമ്പ്രദേശങ്ങളിലെ സ്വാഭാവിക നീർച്ചാലുകൾക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കുക. 3rd one, ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ എന്താണ് സയന്റിഫിക് ആയിട്ട് എന്താണ് അതിനെ തടയാനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഉരുൾപൊട്ടൽ സാധ്യത ഇല്ലാതിരിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇത് ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെക്കാൻ മതി കേട്ടോ. ഞാൻ വായിക്കേണ്ട ആവശ്യമുണ്ടോ? വായിക്കണോ? ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വായിക്കണോ? ഇത് നേപ്പാളില് ഭൂകമ്പം ഉണ്ടായതിന്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു ഇൻസിഡന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നേപ്പാളില് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നതിന്റെ. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭൂകമ്പവും അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളുമാണ് നിങ്ങൾ വായിച്ചത്. ഈ സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ 40 തവണയാണ് തുടർചലനങ്ങൾ ഉണ്ടായത്. അപ്പൊ നേപ്പാളിൽ ഉണ്ടായ ഭൂകമ്പമാണ് 2015 ഏപ്രിൽ 25-നാണ് നേപ്പാളില് ഭൂകമ്പം ഉണ്ടായത്. അപ്പൊ ആ നേപ്പാളില് ഭൂകമ്പം ഉണ്ടായപ്പോ 24 മണിക്കൂറിനുള്ളിൽ, ഒരു ദിവസത്തിനുള്ളിൽ 40 തവണയാണ് എന്തുണ്ടായത്, അവിടെ തുടർചലനങ്ങൾ ഉണ്ടായത്. അത് ഉണ്ടായിക്കൊണ്ടേയിരുന്നത് കേട്ടോ. ചലനങ്ങൾ, അതായത് ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടേയിരുന്നത് 40 തവണയാണ്. അപ്പൊ എന്തോരം ഒരു ഭീകരാന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പോ നേപ്പാളിലെ കാഠ്മണ്ഡു എന്ന് പറയുന്ന പട്ടണത്തിന് ആ ഒരു 200 കിലോമീറ്റർ ചുറ്റളവിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത് കേട്ടോ. നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് 2015 ഏപ്രിൽ 25-ന് ഭൂകമ്പം ഉണ്ടായത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി, വേറെ അതൊന്നും പറയുന്നില്ല. ഓക്കെ, കുറെ പേര് അതിനകത്ത് എന്താണ് അവിടെ മരണപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ വർഷം ഓർത്തിരിക്കുക, 2015-നാണ് നേപ്പാളില് ഭൂകമ്പം ഉണ്ടായത്. നോട്ട് ചെയ്യുക കേട്ടോ. ഇത്രയും കാര്യമുള്ളൂ. പിന്നെ ഇന്ത്യയിലെ ഭൂകമ്പ ദുരന്ത തീവ്രത. അപ്പോ ഇന്ത്യയിലെ ഭൂകമ്പ ദുരന്ത തീവ്രതയുടെ തോത് സൂചിപ്പിക്കുന്ന ഭൂപടം കാണും. അപ്പൊ അതിനകത്തെ തോത് സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. കൂടുതലും കുറവും അങ്ങനെ വെച്ച് ഇന്ത്യയിൽ, അതായത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു റെഫറൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഭൂകമ്പ തോത് കൂടുതല് കുറവ് അങ്ങനെ കാണിച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ട് ഈ മാപ്പ്? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ ഭൂകമ്പ തീവ്രത കൂടുതലുള്ളത് കുറഞ്ഞതെന്നും പറഞ്ഞ് ഇവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്, മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഷെയ്ഡുകൾ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ട് വരുമോ? ആ, അപ്പൊ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് വന്നോ കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ക്വസ്റ്റ്യൻസ് ഇതാണ്. ഈ മാപ്പ് നോക്കിയിട്ട് എന്ത് ചെയ്യണം നിങ്ങള്? ഭൂകമ്പ ദുരന്ത തീവ്രത ഏറ്റവും കൂടുതലുള്ള മേഖലയിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങള് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. 2-മത്തത്, കേരളത്തിൽ ഭൂകമ്പ ദുരന്ത തീവ്രത എത്രമാത്രം ഉണ്ട് എന്ന് ഈ മാപ്പ് നോക്കി കണ്ടെത്തണം. ഓക്കെ, ഇനി ഭൂകമ്പ ദുരന്ത തീവ്രത ഏറ്റവും കുറവായ സംസ്ഥാനങ്ങള് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്
ഭൂകമ്പ ദുരന്ത തീവ്രത കേരളത്തിൽ നിന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. കേരളവും ഭൂകമ്പ ദുരന്ത സാധ്യതയിൽ നിന്നും മുക്തമല്ല എന്നാണ് ഭൂപടം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവർ പറയുന്നുണ്ട് ഇവിടെ ഓൾറെഡി എന്താണ്, കേരളത്തിനും ഭൂകമ്പ ഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. സമീപകാലത്തായി കേരളത്തിൽ ഭൂകമ്പങ്ങൾ മൂലമുള്ള അപകട സാധ്യത വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ സാമാന്യം ദുരന്ത തീവ്രതയുള്ള മേഖലയായി പരിഗണിക്കുന്നു. അപ്പൊ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് എന്താണ്, കേരളം ഭൂകമ്പ ദുരന്ത സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, നാം കരുതലോടെ ഇരിക്കണമെന്നർത്ഥം ഭൂകമ്പ സാധ്യതയുള്ള ഇടങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അതായത് കേരളം പോലുള്ള ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞാല് വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഭൂകമ്പത്തിന്റെ എന്താണ് ഒരു തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ പറയുന്നുള്ളൂ. ഇനി ഇവിടെ പറയുന്നത് ഭൂകമ്പം തടയുക സാധ്യമല്ല, പക്ഷെ ശാസ്ത്രീയമായ നടപടികളിലൂടെ നാശനഷ്ടങ്ങളുടെ തീവ്രത കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് ഭൂകമ്പം എന്ന് പറയുന്ന ഒരു ദുരന്തം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ എന്താണ്, അതിനെ ചില സയന്റിഫിക് ആയിട്ടുള്ള ചില വേയിലൂടെ നമുക്ക് അതിന്റെ തീവ്രത കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നാശനഷ്ടങ്ങൾ ഇത്രയധികമാകാൻ കാരണം കെട്ടിടങ്ങൾക്ക് ഭൂകമ്പ ആഘാതം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോ ഭൂകമ്പത്തിൽ കുറെ ആളുകൾ മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ, അതായത് വമ്പൻ കെട്ടിടങ്ങളായിരിക്കും ചിലപ്പോ ആ ഒരു ലൊക്കേഷനിൽ ഉണ്ടായിരിക്കുക. അത് തകർന്നടിഞ്ഞിട്ടാണ് ആളുകൾ കൂടുതലും മരണപ്പെടുന്നത്. അതിന്റെ തീവ്രത കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാല് കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞ് വീഴുന്നത് കൊണ്ടാണ് കേട്ടോ. അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കെട്ടിടങ്ങൾ എന്ത് ചെയ്യണം, അധികം നിർമ്മിക്കാനായിട്ട് പാടില്ല ആ ഒരു ലൊക്കേഷനിൽ. എവിടെയാണ് നിർമ്മിക്കാൻ പാടില്ലാത്ത അധികം, ഏത് ലൊക്കേഷനിലാ? കൂടുതലുള്ള സ്ഥലങ്ങളില്. ഓക്കെ, അപ്പൊ ഭൂകമ്പത്തിൽ ഏറ്റവും കൂടുതലായി ആളുകൾ മരിക്കുന്നതും പരിക്കേൽക്കുന്നതും തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾക്കിടയിൽ പെട്ടാണ്. അതിനാൽ ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന കെട്ടിട നിർമ്മാണ രീതികൾ അവലംബിക്കുക. അപ്പൊ ഭൂകമ്പത്തെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ചില കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഉണ്ട്, അത് അവലംബിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ താരതമ്യേന ഭാരം കുറഞ്ഞ മേൽക്കൂരകളാണ് കൂടുതൽ സുരക്ഷിതം. അപ്പൊ എന്താണ്, ഭാരം കുറഞ്ഞിട്ടുള്ള മേൽക്കൂരകളാണ് എന്ത് എപ്പോഴും സുരക്ഷിതമായിട്ട് ഉള്ളത്. കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, അതിന് അധികം ഭാരം പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി വെള്ളപ്പൊക്ക ഭീഷണിയും. സഖ്യപർവ്വതത്തിന്റെ ചരിവുകളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന 44 നദികളുടെ നാടാണ് കേരളം. അതിനു മുമ്പ് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം കേട്ടോ. നോക്കിയേ, ഇവിടെ ആദ്യത്തെ ഒരു ബോക്സിൽ അടി തെറ്റാതിരിക്കാന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ലത്തൂർ ഭൂകമ്പത്തിൽ അനേകം പേർ മരിച്ചു, നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ടാണ് ഇതിലേറെയും സംഭവിച്ചത്. എന്നാൽ നിരന്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ജപ്പാനിൽ കെട്ടിടങ്ങൾ തകർന്നുണ്ടാകുന്ന അപകടങ്ങൾ താരതമ്യേന കുറവാണ്. ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിട നിർമ്മാണ രീതിയാണ് അവർ പിന്തുടർന്നത്. അപ്പോ ഇവിടെ പറയുന്നത് ജസ്റ്റ് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഭൂകമ്പം ഉണ്ടാകുന്നതിന്റെ തീവ്രത കൂടുന്നത് കെട്ടിടങ്ങൾ തകർന്നു വീഴുമ്പോഴാണ്. അതിനിടയിൽ പെട്ടിട്ടാണ് ആളുകൾ ഏറിയ പങ്കും മരിക്കുന്നത് ഭൂകമ്പത്തില്. അപ്പോ ലത്തൂർ ഭൂകമ്പത്തിൽ എന്താണ് സംഭവിച്ചത്, അതായത് ലത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. അവിടെ ആളുകൾ കുറെ പേര് മരിച്ചത് ഇങ്ങനെ കെട്ടിടങ്ങൾക്കിടയിൽ പെട്ടിട്ടാണ്. ഓക്കെ, പക്ഷെ ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എപ്പോഴും ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ്. പക്ഷെ അവിടെ ഇത്ര പ്രത്യാഘാതം ഉണ്ടാവാറില്ല, തീവ്രത ഉണ്ടാവാറില്ല ഭൂകമ്പത്തിന്. ഭൂകമ്പം ഉണ്ടാകാറുണ്ട്, പക്ഷെ ആളുകളൊന്നും അത്രയധികം മരിക്കാറില്ല. എന്തുകൊണ്ടാണത്? അതായത് ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിട നിർമ്മാണ രീതിയാണ് ജപ്പാൻകാര് അവലംബിക്കുന്നത്. അവരുടെ കെട്ടിട നിർമ്മാണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെയാണ്. ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ പറ്റിയ തരത്തിലുള്ളൊരു രീതിയാണ് അവർ അവലംബിക്കുന്നത് കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുള്ളൂ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ വരുന്നത്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വെള്ളപ്പൊക്കം, ചില ചരിത്ര രേഖകള്. കേരളത്തിൽ ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കങ്ങളിൽ ഏറ്റവും പഴയ രേഖയുള്ളത് CE 371 ഓക്കെ, CE 1341 കേരള തീരത്തുണ്ടായ ഭൂകമ്പത്തോടനുബന്ധിച്ചും വെള്ളപ്പൊക്കം ഉണ്ടാവുകയുണ്ടായി. ഇതേക്കുറിച്ച് ഗ്രീക്ക് പണ്ഡിതനായ പ്ലീനി നാച്ചുറൽ ഹിസ്റ്ററി എന്ന തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മുതിർന്ന തലമുറക്കാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ് 99-ലെ വെള്ളപ്പൊക്കം. 99 എന്നാൽ കൊല്ലവർഷം 1099. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഇത് CE 1924 ഓക്കെ. അപ്പോ കേരള തീരത്ത് ഭൂകമ്പത്തോടനുബന്ധിച്ച് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. അത് 1341 കേട്ടോ ആദ്യം ഉണ്ടായത്. അപ്പൊ 1341 ആദ്യം കേരള തീരത്ത് എന്താണ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. അതിനുശേഷം എന്താണ് 1924 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. നമ്മൾ 2018 കണ്ട വെള്ളപ്പൊക്കത്തിന് സമാനമായിട്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടായത് 1924 അത് 99-ലെ വെള്ളപ്പൊക്കം എന്നാണ് ആ വെള്ളപ്പൊക്കത്തെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. 1924-ലെ വെള്ളപ്പൊക്കത്തെ വിശേഷിപ്പിക്കുന്നത് 99-ലെ വെള്ളപ്പൊക്കം എന്നാണ്. ഓക്കെ, കൊല്ലവർഷം 1099 ഇതുണ്ടായത്. നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ആദ്യം ഉണ്ടായത് എന്താണ് 1341. അതിനുശേഷം 1924 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായി. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ കൊല്ലവർഷം 1099 ഇത് ഉണ്ടായത്. അതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ഇനി ഇതേ ഇവിടെ ഈ ഒരു ബോക്സ് നോക്കിയിട്ട് നമുക്കിത് വായിക്കാം. 2018-ലെ മഹാപ്രളയം. എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് പ്രളയത്തിൽ അല്ലെ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ട് അതിന്റെ തീവ്രത എന്ന്. ഇതിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. 2018-ലെ മഹാപ്രളയം. 2018 ആഗസ്റ്റിൽ കേരളത്തിൽ ഉണ്ടായ മഹാപ്രളയം ജീവഹാനിക്കും വ്യാപകമായ വസ്തുവകകളുടെ നാശനഷ്ടത്തിനും ഇടയാക്കി. അപ്രതീക്ഷിതമായി ലഭിച്ച ശക്തമായ മഴ പ്രളയത്തിന് കാരണമായി. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം തുടങ്ങി 10ഓളം ജില്ലകളെ പ്രളയം അതിശക്തമായി ബാധിച്ചു. കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വിവിധ സേനാ വിഭാഗങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരുടെ സഹായത്തോടെ സമയബന്ധിതമായി നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ പ്രളയക്കെടുതിയുടെ വ്യാപ്തി കുറച്ചു. മലയാളിയുടെ ഒത്തൊരുമയുടെ വിജയമായിരുന്നു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ദൃശ്യമായത്. നമുക്കറിയാം പ്രളയത്തെ കുറിച്ചിട്ടാണ് ആ പറയുന്നത്. നമ്മുടെ എങ്ങനെയായിരുന്നു പ്രളയം വന്ന സമയത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ എത്ര വിഭാഗങ്ങൾ കൂടിയിട്ടാണ് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു സന്നദ്ധ സംഘടന അല്ലേ. എന്താ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട അവിടെയാണ് തീവ്രത കൂടുതൽ ഉണ്ടായിരുന്നത് കേട്ടോ. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം ഈ ജില്ലകളിലാണ് കൂടുതൽ. അതാണ് എടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി വെള്ളപ്പൊക്ക ഭീഷണി എന്നും പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. സഹ്യപർവ്വതത്തിന്റെ ചരിവുകളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന 44 നദികളുടെ നാടാണ് കേരളം അല്ലെ. അപ്പൊ അറിയാം നമ്മുടെ 44 നദികൾ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. 44 നദികൾ ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ്, പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. ഇവയിലൊക്കെ മഴക്കാലത്ത് ഏതാനും ദിവസം വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. അപ്പോ മഴക്കാലത്ത് എന്താണ് ഈ നദികളിലൊക്കെ എന്ത് ഉണ്ടാവാറുണ്ട്? വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ടെന്നാ പറയുന്നത്. ഇനി മഴക്കാലത്ത് ധാരാളമായി വെള്ളം ഒഴുകിയെത്തുമ്പോൾ നദിക്ക് ആ വെള്ളം മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അത്തരം അവസ്ഥയിൽ നദി കര കവിഞ്ഞൊഴുകും. ഇതാണ് വെള്ളപ്പൊക്കം. അപ്പൊ നമ്മൾ വെള്ളപ്പൊക്കം എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ എന്താണ് ഈ വെള്ളപ്പൊക്കം? എങ്ങനെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാവണേ അതറിയില്ലല്ലേ. അതാണ് ഇവിടെ പറയുന്നേ. മഴക്കാലത്ത് എന്താണ് ധാരാളമായി വെള്ളം ഒഴുകിയെത്തും അല്ലെ. നദികളിൽ എന്ത് ചെയ്യും? മഴ ഇങ്ങനെ കൂടുതലായിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? പുഴയിൽ അല്ലെങ്കിൽ നദിയിൽ എന്താണ് ധാരാളം വെള്ളം ഒഴുകിയെത്തും. ഓക്കെ, അപ്പൊ ആ വെള്ളം മുഴുവൻ, ഈ മഴ മൂലം ഉണ്ടാകുന്ന വെള്ളം മുഴുവൻ ഉൾക്കൊള്ളാനായിട്ട് ആർക്ക് പറ്റില്ല? നദിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കഴിയാതെ പറ്റുമ്പോൾ എന്ത് ചെയ്യും? അത്തരം അവസ്ഥയിൽ നദി എന്ത് ചെയ്യും? കര കവിഞ്ഞ് ഒഴുകാനായിട്ട് തുടങ്ങും. ഇതാണ് വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. മഴക്കാലത്ത് എന്താണ്? നദികൾക്ക് വെള്ളം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. ധാരാളം വെള്ളം ഉണർത്തുന്നത്. അപ്പൊ ആ വെള്ളം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അപ്പൊ നദി എന്ത് ചെയ്യും? കര കവിഞ്ഞ് ഒഴുകും. ഇങ്ങനെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഹിമാലയൻ നദികളിൽ വിശേഷിച്ചും ബ്രഹ്മപുത്ര നദിയുടെ
താഴ്വാരങ്ങളിൽ നിരന്തരം വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. ഈ നദിയുടെ വൃഷ്ടിപ്രദേശങ്ങൾ പൊതുവെ കനത്ത മഴ ലഭിക്കുന്ന ഇടങ്ങളായതിനാലാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഹിമാലയൻ നദിയായിട്ടുള്ള ബ്രഹ്മപുത്രയാണ് അല്ലെ. ബ്രഹ്മപുത്രയുടെ താഴ്വാരങ്ങളിൽ എന്താണ് നിരന്തരം വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ടെന്നാ പറയുന്നേ. കാരണം എന്താണ്, ഈ നദിയുടെ വൃഷ്ടിപ്രദേശങ്ങൾ പൊതുവെ കനത്ത മഴ ലഭിക്കുന്ന ഇടങ്ങളായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലേ, ബ്രഹ്മപുത്ര എടുത്തിരുന്നപ്പോ പറഞ്ഞിരുന്നില്ലേ, ബ്രഹ്മപുത്ര എന്താണ് പ്രത്യേകത ബ്രഹ്മപുത്രയുടെ, പറഞ്ഞു ഒന്ന്. ഹിമാലയൻ നദി. ഹിമാലയത്തിൽ നിന്ന് ഹിമാലയൻ നദിയാണ്. പിന്നെ പുരുഷനാമമയുള്ള നദി. എന്താ? ഹിമാലയൻ നദികളിൽ പുരുഷനാമമയുള്ള നദി. അതെ അതെ, ഞാൻ പറഞ്ഞു വേറൊരു പ്രത്യേകത പറഞ്ഞു, വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ജലം വഹിക്കുന്നു. ഓക്കെ. പിന്നെ വേറെ അസമിന്റെ ദുഃഖം. അസമിന്റെ ദുഃഖം, പിന്നെ അസമിന്റെ ജീവരേഖ. എന്തുകൊണ്ട് അസമിന്റെ ദുഃഖം എന്ന് പറയുന്നേ? അസമിലേക്ക് പ്രവേശിക്കുമ്പോ ഇങ്ങനെ ഭയങ്കര ഒരുപാട് ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ ഏരിയയിൽ പ്രവേശിക്കുന്ന സ്ഥലത്ത്. എന്താണ് പറയുന്നത്, അസമിന്റെ ദുഃഖം എന്ന് ഈ നദിയെ വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഇതവിടെ പറയുന്നത് വെള്ളപ്പൊക്കം, അതായത് ഇതിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്തുള്ള സ്ഥലങ്ങൾ. നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശങ്ങളാണ്. ഇപ്പൊ നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത ഏരിയ ഉണ്ടാവും, ഒരു പ്രദേശങ്ങൾ ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്, വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ബ്രഹ്മപുത്രയുടെ വൃഷ്ടിപ്രദേശങ്ങളുടെ പ്രത്യേകത എന്താണ്? ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ പൊതുവെ കനത്ത മഴ ലഭിക്കുന്ന ഇടങ്ങളാണ്. അപ്പൊ എന്താണ്, ആ ഒരു സമയത്ത് എന്താണ്, ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടാകും. ആ വെള്ളം ബ്രഹ്മപുത്രയ്ക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല, അപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇനി താഴ്വാരങ്ങളിൽ മാത്രമല്ല മലമ്പ്രദേശങ്ങളിലും പൊടുന്നനെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. അപ്പൊ അതായത് താഴെയുള്ള ഏരിയയിൽ മാത്രമല്ല, മലമ്പ്രദേശങ്ങളിൽ എന്തുണ്ടാവാറുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. അപ്പൊ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലും രണ്ടും രണ്ടാണ് കേട്ടോ. ഓക്കെ. വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു നദിക്ക്, ആ നദിക്ക് എന്താണ് ഇത്ര ജലമേ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടുതലായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാല് ആ നദിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ജലം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അപ്പൊ നദി കരകവിഞ്ഞൊഴുകും. ഇങ്ങനെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. എന്നാൽ മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുന്നത് എന്താണ്, കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം. ഇപ്പൊ നമ്മൾക്കൊക്കെ അറിയാതല്ലേ, പ്രളയത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലെ, കുറെ ഇത് നമുക്ക് എന്താണ് നമ്മളെ പേടിപ്പെടുത്തിയ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഒരു ഇതിന്റെയൊക്കെ ആ ഒരു ഒഴുക്കൊക്കെ. അപ്പൊ എന്താണ്, നമ്മ നോക്കി നിൽക്കെ എന്താണ്, കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണെന്ത്, മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വെള്ളപ്പൊക്കം എന്ന് എഴുതാം, അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിൽ എന്ന് എഴുതാം. നിങ്ങൾ എഴുതിയോ, നോട്ട് എഴുതി കഴിഞ്ഞോ? എഴുതിയല്ലേ. വെള്ളപ്പൊക്കം എന്താണെന്ന് എഴുതിയോ? എഴുതി. ഇനി മലവെള്ളപ്പാച്ചിൽ എഴുതിയോ? എഴുതി. ഓക്കെ. ഇനി സമീപകാലത്ത് ഉത്തരാഖണ്ഡിലുണ്ടായ വെള്ളപ്പൊക്കം ഇതിനുദാഹരണമാണ്. അപ്പോ ഒരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മരുഭൂമികളിലും അപൂർവമായ മഴയെ തുടർന്ന് ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത്. മരുഭൂമികളിൽ ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ, ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ. ഓക്കെ. ഇനി വെള്ളപ്പൊക്കം ഭീഷണിയാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളപ്പൊക്കം ഭീഷണിയാകാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന 3 പോയിന്റ്സ് എഴുതിയെടുക്കുക കേട്ടോ. വെള്ളപ്പൊക്കം ഭീഷണിയാകാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ. ഒന്നാമത്തേത്, പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വെക്കാതിരിക്കുക. പുഴയോട് ചേർന്ന പ്രദേശങ്ങളില് വീട് വെക്കാതിരിക്കുക. പുഴയോട് ചേർന്ന പ്രദേശങ്ങളില് വീട് വെക്കാതിരിക്കുക. രണ്ടാമത്തത്, വയലുകള് മണ്ണിട്ട് നികത്താതിരിക്കുക. വയലുകള് മണ്ണിട്ട് നികത്താതിരിക്കുക.
ഇത് കോമിട്ടിട്ട് എഴുതാ. അവ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള സ്ഥലമാണ്. അവ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള സ്ഥലമാണ്. ഇനി മൂന്നാമത്തത് നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമ്മിക്കുക. നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമ്മിക്കുക. അവ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള സ്ഥലമാണ്. അവ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള സ്ഥലമാണ്. ഇനി നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമ്മിക്കുക. നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമ്മിക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെള്ളപ്പൊക്കം ഭീഷണിയാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ അല്ലെ. നമുക്കറിയാം പുഴയോട് ചേർന്ന് എന്ത് ചെയ്യാൻ പാടില്ല, വീട് വെക്കരുത്. അതുപോലെ തന്നെ ആ എന്താ ക്ലിയർ അല്ല. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പിന്നെ വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക. അതെന്താണ്, വയലുകൾ മണ്ണിട്ട് നികത്തിയാൽ എന്താണ്, മഴവെള്ളം താഴ്ന്നിറങ്ങുന്നതിന് തടസ്സപ്പെടുത്തും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നദീതീരങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ബണ്ടുകൾ നിർമ്മിക്കുക. ഇത്രയും 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഹെഡിങ് നോക്കിയേ, ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങള്. അപ്പോ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. പ്രകൃതി ദുരന്തങ്ങൾ തടയുക മാത്രം സാധ്യമല്ല, എന്നാൽ വിവേകപൂർവമായ ഇടപെടലുകളിലൂടെയും കാലേക്കൂട്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലൂടെയും ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ആഘാത തീവ്രത കുറയ്ക്കാനും ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുമാകും. ഇത്തരം പ്രവർത്തനങ്ങളെ പൊതുവെ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയാം. അപ്പോ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ, അതായത് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കില്ല അല്ലെ. അതായത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്, അത് നമുക്ക് ഒരിക്കലും തടയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അതിന്റെ പ്രത്യാഘാതം മൂലം ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ ഉണ്ട് അല്ലെ. കുറെ പ്രത്യാഘാതങ്ങൾ അത് സൃഷ്ടിക്കും അല്ലെ. അപ്പോ അത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. എങ്ങനെ? അതായത് വിവേകപൂർവമായ ഇടപെടലുകളിലൂടെ, അതുപോലെ തന്നെ കാലേ കൂട്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഒരു ആഘാതം അല്ലെങ്കിൽ ഒരു തീവ്രത കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇങ്ങനെ സാധിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത്തരം പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണെന്ത്, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ. അപ്പൊ എന്താ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. സിദ്ധാർത്ഥ ഒന്ന് പറഞ്ഞേ, എന്താണ് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങള്, പറയാമോ? പ്രകൃതി ദുരന്തങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ മുൻകൂർ നമ്മൾ എടുക്കുന്ന നടപടികളാണ് പ്രകൃതി ദുരന്തങ്ങൾ പ്രവർത്തനങ്ങൾ അല്ലെ. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം, കേട്ടിരിക്കട്ടാ. അതായത് നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് തടയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഒരു വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റോ ഒരു ഭൂകമ്പോ വരുന്നത് തടഞ്ഞു നിർത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് സ്വാഭാവികമായിട്ട് എന്താണ് നടക്കുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്, അതിന്റെ ആ ഒരു തീവ്രത കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതെങ്ങനെയാണ്? അതായത് നല്ല രീതിയിലുള്ള ഇടപെടലുകളിലൂടെ അല്ലെങ്കിൽ എന്താണ് കാലേക്കൂട്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലൂടെ അതിന്റെ ഒരു തീവ്രത കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്, ദുരന്ത ലഘൂകരണ. മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്താണെന്ന്? ഇല്ല, മനസ്സിലായി. ഓക്കെ, അപ്പൊ നോക്കിയേ, നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കൂ കേട്ടോ. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാം എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. വിവിധ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അനുവർത്തിക്കേണ്ട നടപടികളാണ് ഫ്ലോ ചാർട്ടിൽ ഉള്ളത്.
അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആരാ സൗണ്ട് ഉണ്ടാക്കുന്നേ? ഒച്ച എടുക്കുന്നുണ്ടല്ലോ. ആരാ സൗണ്ട് ഉണ്ടാക്കുന്നേ? മ്യൂട്ട് ചെയ്യട്ടോ. അപ്പൊ നോക്കാം എന്തൊക്കെയാണെന്ന്. ആദ്യം വെള്ളപ്പൊക്കം. ഓക്കെ, അപ്പോ വെള്ളപ്പൊക്കം വരുമ്പോൾ എന്തൊക്കെ നടപടികളാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പുഴയോരത്ത് താമസിക്കുന്നവർ എത്രയും വേഗം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുക. അപ്പൊ എന്താണ് ഫസ്റ്റ് തന്നെ പ്രിഫറൻസ് കൊടുക്കേണ്ട ആർക്കാണ്? വെള്ളപ്പൊക്കം വരുമ്പോ പുഴയോരത്ത് താമസിക്കുന്ന ജനങ്ങൾ ഉണ്ടാവില്ലേ, അവരെന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റണം. ഓക്കെ, അവരെന്ത് ചെയ്യണം? ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കണം. ഓക്കെ, അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻ പറയും അങ്ങനെ, വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവുമ്പോൾ ആദ്യം സ്വീകരിക്കേണ്ട ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല്, വെള്ളപ്പൊക്കത്തിന്റെ കേസാണെങ്കിൽ എന്ത് പറയണം? ഫസ്റ്റ് പോയിന്റ്, പുഴയോരത്ത് താമസിക്കുന്നവർ എന്താണ്? എത്രയും വേഗം അവരെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റണം. ഇനി ശക്തമായ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങരുത്. അപ്പൊ എന്താണ്? പുഴയിൽ ഇറങ്ങാനായിട്ട് പാടില്ല. ശക്തമായ ഒഴുക്കുള്ളപ്പോൾ എന്താണ്? പുഴയിൽ ഇറങ്ങാനായിട്ട് പാടില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തേത്, വീടിനുള്ളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. അപ്പൊ എന്താണ്? വീടിനുള്ളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. ഓക്കെ, കറന്റ് കട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വെള്ളപ്പൊക്കത്തിന്റെ ഇതിൽ വരുന്നത്. ഇനി ഉരുൾപൊട്ടൽ എന്താണെന്ന് നോക്കാം. ഉരുൾപൊട്ടലില് കുത്തനെ ചെരിവുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുക. അപ്പൊ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടായാല് ആദ്യം ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത്, കുത്തനെ ചെരിവുള്ള ഇടങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് എന്ത് ചെയ്യണം? ആൾക്കാരെ മാറ്റി താമസിപ്പിക്കണം. ഓക്കെ, ഇനി ചരിഞ്ഞ പ്രദേശത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധാലുക്കളാകുക. അപ്പൊ ചരിഞ്ഞ പ്രദേശത്താവുമ്പോ എന്താണ്? മഴക്കാലം ആവുമ്പോ എന്താണ്? ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണല്ലേ. കാരണം എന്താ? അതായത് മഴയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് മണ്ണിൽ ഇറങ്ങിയിട്ടാണ് എന്തുണ്ടാവണേ? പാറ തെന്നി നീങ്ങി മർദ്ദം ഉണ്ടായിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവണേന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നോക്കിയതാണ് അല്ലെ. അപ്പോ ചരിഞ്ഞ പ്രദേശത്ത് താമസിക്കുന്നവർ എന്ത് ചെയ്യണം? മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധാലുക്കളാകണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, ഇടിമിന്നൽ കേട്ടോ. ഇടിമിന്നല് പറഞ്ഞു എന്തെങ്കിലും? ഇല്ലല്ലേ. ഓക്കെ, ഇനി ഇടിമിന്നലിന്റെ കേസ് നോക്കിയേ. ഇടിമിന്നൽ ഉണ്ടാവുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ്? വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഓക്കെ, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. രണ്ടാമത്തത്, കാൽ നിലത്തു തൊടാതെ തടിക്കട്ടിലിലോ പലകമേലോ ഇരിക്കുക. അപ്പൊ ഇടിമിന്നൽ ഉണ്ടാവുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കാല് നമ്മൾ നിലത്ത് തൊടാനായിട്ട് പാടില്ല. തൊടാതെ തന്നെ എന്ത് ചെയ്യണം? നമ്മളൊരു തടിക്കട്ടിലിലോ അല്ലെങ്കിൽ പലകമേലോ എന്ത് ചെയ്യണം? ഇരിക്കണം. ഓക്കെ, ഇനി തുറസ്സായ സ്ഥലത്താണെങ്കിൽ താടി കാൽമുട്ടുകളിന്മേൽ എന്ന തരത്തിൽ ഇരിക്കുക. നമ്മള് ഒരു തുറസ്സായിട്ടുള്ള ഒരു വീട്ടിലല്ല, ഒരു തുറസ്സായ ഒരു സ്ഥലത്താണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? താടി കാൽമുട്ടുകളിന്മേൽ എന്ന തരത്തില് ഇരിക്കുക. ഓക്കെ, ഇനി ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്നും മാറുക. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് തോന്നുന്നു കേട്ടോ PSCക്ക്. ഇടിമിന്നൽ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റോ. അറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും? ഇല്ലല്ലേ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യന്റെ ഇതായിരുന്നു, ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്നും മാറുക എന്നുള്ളത് എന്ത് വരുമ്പോഴാണെന്നോ, ഏത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടതാണെന്നോ, അല്ലെങ്കിൽ ഇടിമിന്നൽ സമയത്ത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ഏതാണ് മോളെ? ഏതാണ്? ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്നും മാറുക എന്നത് ഏത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ആണ് വന്നത് ക്വസ്റ്റ്യൻ. അങ്ങനെ വന്നിരുന്നു. പിന്നെ അതുകൂടാതെ വേറൊരു ക്വസ്റ്റ്യൻ മുമ്പ് വന്നത്, പ്രിലിംസിന് മുമ്പ് എന്തോ വന്നതാണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു 2017 LD സമയത്ത് വന്നാണെന്ന്. 2017 LD ക്ലർക്കിന്റെ സമയത്ത് വന്ന സമയമാണ്. ഇടിമിന്നൽ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളില് എന്താ പറയാ, പെടാത്തതേത് എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് വേറെ ഇതുപോലത്തെ ഈ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു ആക്കേണ്ട ഒന്ന് കേട്ടോ.
അപ്പൊ പ്രത്യേകിച്ച് അത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ, ഇടിമിന്നലിന്റെ സംഭവം ഓർമ്മിച്ച് വെക്കുക. എല്ലാരും പഠിക്കേണ്ടതാണ്, ക്വസ്റ്റ്യൻ വരും എന്തായാലും. കാരണം ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഉള്ളതാണ്, സിലബസ് ബേസ്ഡ് ഉള്ളതാണ്. കേരള ഗവേണൻസിന്റെ ഭാഗമായിട്ടുള്ളതല്ലേ അത്? സിലബസ് ഒക്കെ വായിച്ചതല്ലേ? സിലബസ് ഒക്കെ വായിച്ചല്ലോ. ഈ ചാപ്റ്റർ പഠിക്കേണ്ടതാണ്. നമുക്ക് കൂടുതൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് അത് കേട്ടോ. അപ്പൊ ഇത് മൊത്തം ഈ ഫ്ലോ ചാർട്ട് മൊത്തം പഠിച്ചു വെക്കാം. അപ്പൊ ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. ഇനി സുനാമി. അടുത്തത് സുനാമി വരുമ്പോൾ എന്തൊക്കെയാണ്? കടലിൽ അസാധാരണമായ എന്തെങ്കിലും മാറ്റങ്ങളോ അത് സംബന്ധമായ മുന്നറിയിപ്പോ ലഭിച്ചാൽ എത്രയും വേഗം തീരത്ത് നിന്ന് മാറുക. അപ്പൊ സുനാമി വരുമ്പോ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ കടലോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവര് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ആകുക എന്നാണ്. ഓക്കെ. ഇനി ലൈഫ് ജാക്കറ്റ്, വായു നിറച്ച ട്യൂബ് എന്നിവയിൽ ഏതെങ്കിലും ഒപ്പം കരുതുക. അപ്പൊ എന്താണ്? ലൈഫ് ജാക്കറ്റോ അല്ലെങ്കിൽ വായു നിറച്ച ട്യൂബോ എന്നിവയിൽ ഏതെങ്കിലും എന്താണ് ഒപ്പം കരുതുക. ഓക്കെ. ഇനി ഭൂകമ്പത്തിന്റെ കേസിൽ എന്താണെന്ന് നോക്കാം. ഭൂകമ്പത്തില് വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങള്, പരസ്യ പലകകൾ എന്നിവയുടെ സമീപത്ത് നിന്നും മാറി നിൽക്കുക. അപ്പൊ എന്താണ്? ഭൂകമ്പം ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കെട്ടിടങ്ങൾക്കാണ് അല്ലെ. അപ്പോ അതിന്റെ അടുത്ത് നിന്ന് എന്താണ് എത്രയും പെട്ടെന്ന് മാറി നിൽക്കാനാണ് പറയുന്നത്. ഇനി തുടർ ചലന സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുന്നത് വരെ വീടുകളിലേക്ക് മടങ്ങരുത്. ഒരു തവണ ഭൂകമ്പം ഉണ്ടായിന്ന് കരുതി പിന്നെ എന്താണ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വീണ്ടും വീണ്ടും ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, തുടർച്ചലനങ്ങൾ ഉണ്ടാകും അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എന്താണ് നിങ്ങള് വീടുകളിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വീടുകളിലേക്ക് പിന്നെ പോകരുത്, ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ. ഓക്കെ. ഇനി തുറസായിട്ടുള്ള പ്രദേശങ്ങളാണ് സുരക്ഷിതം. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എന്താണ് എപ്പോഴും സുരക്ഷിതം എന്ന് പറയുന്നത് തുറസായിട്ടുള്ള പ്രദേശങ്ങളാണ്. ഓക്കെ. ഇനി ലിഫ്റ്റ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ലിഫ്റ്റ് ഉപയോഗിക്കരുത്. മൂലകളാണ് വീടിനുള്ളിലെ സുരക്ഷിതമായിട്ടുള്ള മാർഗം. അപ്പോ ഒരു ഭാഗം എന്ന് പറയുന്നത്, അതായത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഒരു വീട്ടിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് വീടുകളിലെ മൂലകളാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി ജനലരികിൽ നിന്ന് മാറുക. ഇനി എന്താണ്? ജനലിനരികിൽ നിന്ന് മാറി നിൽക്കാനും പറയുന്നുണ്ട്. ഇനി ഇതിനൊക്കെ കൂടിയായിട്ട് ചില പൊതു നടപടികൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് പൊതു നടപടികൾ നോക്കാം കേട്ടോ. ആദ്യത്തേത് പരിക്കേറ്റവർക്ക് എത്രയും വേഗം വൈദ്യസഹായം എത്തിക്കുക. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ്, ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ധാരാളം പേർക്ക് പരിക്കേൽക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ പരിക്കേറ്റവർക്ക് എത്രയും വേഗം വൈദ്യസഹായം എത്തിക്കുക. പിന്നെ ഊഹാപോഹങ്ങൾ വിശ്വസിക്കാതിരിക്കുക, പ്രചരിപ്പിക്കാതിരിക്കുക. അതായത് ഇപ്പൊ എന്താണ് നമ്മൾക്ക് ചില ഊഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്താണ് ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞ് അതിന്റെ ഇതിൽ നമുക്ക് കുറെ പേർക്ക് പരിക്ക് പറ്റി, കുറെ പേര് നമ്മൾ എന്താണ് കുറെ സ്ഥലത്തായിട്ട് എന്താ ഇങ്ങനെ ആളുകളെ ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് അതായത് അവരെ ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ ഇതാക്കി വെച്ചിരിക്കുകയാണ്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്. അപ്പൊ ആളുകൾക്കിടയിൽ എന്താണ് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനിടയിൽ ചില ആളുകൾ പറയും എന്താണ് ഇനിയും വെള്ളപ്പൊക്കം വരും, ഇനിയും നാളെ തന്നെ ചിലപ്പോൾ എന്താണ് വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എന്താണ് കുറെ പേര് കുറെ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ എന്താണ് പ്രചരിപ്പിക്കാനായിട്ട് ഇടയുണ്ട്, നമ്മളെ കൂടുതൽ പേടിപ്പെടുത്താനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതൊന്നും വിശ്വസിക്കാതിരിക്കുക. കാരണം ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളാണ് എന്ത് ചെയ്യണത് ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണത് ഹെൽപ്ഫുൾ ആവണത്. അല്ലാതെ ആളുകൾ വെറുതെ പറയുന്നതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മള് വിശ്വസിക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പൊ ഊഹാപോഹങ്ങൾ വിശ്വസിക്കാതിരിക്കുക, അതുപോലെ തന്നെ അത് പ്രചരിപ്പിക്കാതിരിക്കുക. ഇനി വിലപിടിപ്പുള്ള വസ്തുക്കൾ, രേഖകൾ എന്നിവ മാത്രം ഒപ്പം കരുതുക. അപ്പൊ എന്താണ് വിലപിടിപ്പുള്ള, അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എപ്പോഴും നമ്മുടെ രേഖകൾ, ഡോക്യുമെന്റ്സ് ഒക്കെ എപ്പോഴും എന്താണ് നമ്മൾ ആദ്യം സൂക്ഷിച്ചെടുത്ത് വെക്കണം. ഓക്കെ. ഇനി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം രോഗം പടരാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. അപ്പോ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഇനി അത്യാവശ്യമായിട്ടുള്ള മരുന്നുകൾ കരുതുക. അതായത് നമ്മളിൽ തന്നെ എന്താണ് പലർക്കും എന്താണ് പലവിധ രോഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ എന്താണ് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കാര്യങ്ങളൊക്കെ എന്താണ് കരുതുക. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പൊതു നടപടികളിൽ വരുന്നത്. ഓക്കെ, അതൊന്ന് വായിച്ചിരിക്കുക കേട്ടോ, ഫ്ലോ ചാർട്ട് വായിച്ചിരിക്കുക. ഇനി ഇത് നോക്കിയേ,
ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. താഴെ നൽകിയ ഫ്ലോ ചാർട്ട് അത് വിശദീകരിക്കുന്നു. ആദ്യം വരുന്നത് തയ്യാറെടുപ്പാണ്, പിന്നെ ദുരന്തം, പിന്നെ രക്ഷാപ്രവർത്തനങ്ങള്, പിന്നെ പുനരധിവാസം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതിന്റെ നോട്ട് ഞാൻ തരാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. ദുരന്തം എന്നാൽ എന്തെന്ന് എഴുതിക്കോളൂ കേട്ടോ. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ദുരന്തം എന്നാൽ എന്ത്? ദുരന്തം എന്നാൽ എന്ത്? എഴുതുന്നില്ലേ? ആ, ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ ഒരു ജനതയ്ക്ക് സാധിക്കാത്ത സാഹചര്യമാണ് ദുരന്തം. ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ ഒരു ജനതയ്ക്ക് സാധിക്കാത്ത സാഹചര്യമാണ് ദുരന്തം. എഴുതി മിസ്. എഴുതിയോ? ഓക്കെ. ഇനി ദുരന്ത നിവാരണം എന്ന ഹെഡിങ് കൊടുക്കുക. ദുരന്ത നിവാരണം. ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്യാഹിത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും മിസ് ആദ്യം മുതൽ ഒന്നും കൂടെ പറയുവോ? പറയാം. ദുരന്ത നിവാരണമല്ലേ? ആ. ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്യാഹിത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും ദുരന്തവേളയിൽ ഫലപ്രദമായി പ്രതികരിച്ചുകൊണ്ടും
ദുരന്ത മേഖലകളെ യഥാസമയം വീണ്ടെടുത്ത് ദുരന്ത മേഖലകളെ യഥാസമയം വീണ്ടെടുത്ത് ദുരന്ത മേഖലകളെ യഥാസമയം വീണ്ടെടുത്ത് ആഘാതങ്ങളെ ലഘൂകരിക്കാൻ തക്കവണ്ണം നടത്തുന്ന ഫലപ്രദമായ ഇടപെടലുകൾ. ഓക്കെ, ഇതാണ് ദുരന്ത നിവാരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് എഴുതാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ആസൂത്രിതമായ 3 ഘട്ടങ്ങൾ എന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ആസൂത്രിതമായ 3 ഘട്ടങ്ങൾ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ദുരന്ത പൂർവഘട്ടമാണ് കേട്ടോ. ദുരന്ത പൂർവഘട്ടം. അതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതാ ദുരന്തം തടയുന്നതിനായുള്ള മുന്നൊരുക്കങ്ങൾ കേട്ടോ. ദുരന്തം തടയുന്നതിനായുള്ള മുന്നൊരുക്കങ്ങൾ. അപ്പൊ ദുരന്ത പൂർവഘട്ടം എന്ന് പറയുന്നത് ദുരന്തം തടയുന്നതിനായുള്ള മുന്നൊരുക്കങ്ങളെയാണ് എന്ത് പറയുന്നേ? ദുരന്ത പൂർവഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. ഇനി എഴുതി കഴിഞ്ഞോ? ഇനി രണ്ടാമത്തെ ഘട്ടം ഏതാണെന്ന് എഴുതാം കേട്ടോ. ദുരന്ത സമയഘട്ടം. ആദ്യത്തെ പറഞ്ഞു ദുരന്ത പൂർവഘട്ടമാണെന്ന് പറഞ്ഞു, അതായത് ദുരന്തം വരുന്നതിന് മുന്നോടിയായിട്ട് എടുക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി രണ്ടാമത്തേത് ദുരന്ത സമയഘട്ടം കേട്ടോ. ദുരന്ത സമയഘട്ടം. എന്റെ എക്സ്പ്ലനേഷൻ എഴുതാ ദുരന്തം അഭിമുഖീകരിക്കുന്ന വേളയിലെ പ്രവർത്തനങ്ങൾ. അതായത് ആ ദുരന്തം നടക്കുമ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തത്, അതാണ് എന്ത് ദുരന്ത സമയഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. ദുരന്ത സമയഘട്ടം ഒന്നും കൂടി പറയോ? ദുരന്ത സമയഘട്ടം പറയാം. ദുരന്തം അഭിമുഖീകരിക്കുന്ന വേളയിലെ പ്രവർത്തനങ്ങൾ കേട്ടോ. ദുരന്തം അഭിമുഖീകരിക്കുന്ന വേളയിലെ പ്രവർത്തനങ്ങള്. എഴുതി മിസ്. ഓക്കെ, ഇനി ലാസ്റ്റ് തേർഡ് വൺ ദുരന്താനന്തര ഘട്ടം. അതായത് ആഫ്റ്റർ ദുരന്തമാണ്. ദുരന്തത്തിന് ശേഷം എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കേട്ടോ. അതാണ് പറയുന്നത് ദുരന്താനന്തര ഘട്ടം. ഓക്കെ,
അപ്പോ 3 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ആസൂത്രിതമായി നടക്കുന്നത്. അത് 3 ഘട്ടങ്ങളാണ്. ഒന്ന് ദുരന്ത പൂർവ്വഘട്ടം, അതായത് ദുരന്തത്തിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ അവിടെ നടത്തുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു വെള്ളപ്പൊക്കം വരാൻ പോവുകയാണ്, അലേർട്ട് വന്ന് നമുക്ക് വെള്ളപ്പൊക്കം വരാൻ പോവാണെന്ന് അലേർട്ട് വരുമ്പോൾ എന്താണ് അവിടെ നിന്ന് ആളുകളെ എന്താണ് ഷിഫ്റ്റ് ചെയ്യിക്കും അല്ലെ. അതായത് വെള്ളപ്പൊക്കം വരുന്നതിന് അതിന്റെ ഒരു തീവ്രത വർദ്ധിക്കുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് ആളുകളെ വീടുകളിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. എന്താണ് പല കെട്ടിടങ്ങളിൽ, ചിലപ്പോൾ സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ പള്ളികളിലേക്കോ അങ്ങനെയൊക്കെ എന്താണ് ആളുകളെ ഒരുമിച്ച് എന്താണ് ക്യാമ്പ് ചെയ്യിക്കുന്ന രീതിയാണ് എന്ത് ഈ ഒരു ദുരന്ത പൂർവ്വഘട്ടം എന്ന് പറയുന്ന. ആൾക്കാരെ എന്ത് ചെയ്യുന്നു, ദുരന്തം തടയാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ആൾക്കാരെ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ദുരന്ത സമയഘട്ടം, ദുരന്തം അഭിമുഖീകരിക്കുന്ന വേളയിലെ പ്രവർത്തനങ്ങൾ. ഇപ്പൊ നിങ്ങൾ 2018 സിനിമ കണ്ടിട്ടില്ലേ? എല്ലാവരും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിനകത്ത് ടൊവിനോ ആ കുട്ടിയെ രക്ഷിക്കുന്ന ഒരു സീനില്ലേ അവരുടെ വീട്ടിൽ നിന്ന്? ഇല്ലേ, ആ വീട്ടില് വെള്ളം കയറിയപ്പോ ടൊവിനോ വന്ന് എന്താണ് ആ കുട്ടിയും അച്ഛനും അമ്മയൊക്കെ രക്ഷിക്കുന്നില്ലേ? ആ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ് ഈ 2ാമത്തെ ഘട്ടമാണ്. അതായത് ആ ദുരന്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടത്തുന്ന പ്രവർത്തനമാണ് അവിടെ കേട്ടോ. ടൊവിനോ ചെയ്യുന്ന എന്താണ് അവിടെ ദുരന്ത സമയഘട്ടമാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. ദുരന്തം അഭിമുഖീകരിക്കുന്ന വേളയിലെ പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത് കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ. ഇനി ദുരന്താനന്തര ഘട്ടം, അതായത് ദുരന്തത്തിന് ശേഷം എന്താണ്, അതായത് ഈ ഒരു ദുരന്തത്തിന്റെ തീവ്രത മാറി. ഓക്കെ, അതായത് ഇപ്പൊ വെള്ളപ്പൊക്കം വന്നു, ആളുകളെ ക്യാമ്പ് ചെയ്യിപ്പിച്ചു, ആളുകൾ ക്യാമ്പിൽ നിന്ന് എന്താണ് അതായത് വെള്ളപ്പൊക്കത്തിന്റെ ആ ഒരു തീവ്രത കുറഞ്ഞു, വെള്ളമൊക്കെ നിറങ്ങിയതിന് ശേഷം ആളുകൾ വീടുകളിലേക്ക് പോയിട്ടില്ല. എന്നാലും ആളുകൾ ക്യാമ്പുകളിൽ തന്നെയാണ് താമസിക്കുന്നത്. വീടുകളിലേക്ക് പോവാനായിട്ടൊന്നും എന്താണ് അതിനുള്ളൊരു ഇത് വന്നിട്ടില്ല അവർക്ക്. അപ്പൊ എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് ആ ഒരു വെള്ളപ്പൊക്കത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടായത് അതിനെയൊക്കെ നീക്കം ചെയ്യാനായിട്ടുള്ളൊരു നടപടികൾ കേട്ടോ. അതാണ് ദുരന്താനന്തര ഘട്ടത്തില് വരുന്നത്. ഓക്കെ, 3 മനസ്സിലായോ? മനസ്സിലായല്ലേ? ഓക്കെ, അപ്പൊ അത് പ്രത്യേകിച്ച് ഓർമ്മിച്ചിരിക്കുക. ദുരന്ത പൂർവ്വഘട്ടം എന്താണ്, ദുരന്ത സമയഘട്ടം എന്താണ്, ദുരന്താനന്തര ഘട്ടം എന്താണെന്ന് കേട്ടോ. ഇപ്പൊ ദുരന്താനന്തര ഘട്ടത്തിൽ വേറെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണമെങ്കിൽ എന്താണ്, വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മുടെ പലരുടെയും വീടുകളിലൊന്നും കറണ്ട് ഉണ്ടായിട്ടില്ല അല്ലെ. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണ്, എല്ലായിടത്തുനിന്നും എന്താണ് വൈദ്യുതി പോയല്ലേ. അപ്പൊ അത് ഒരു എന്താണ് അതൊന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കറന്റ് നമ്മുടെ വീടുകളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കുറച്ച് സമയം വേണ്ടി വന്നു. അപ്പൊ എന്താണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി. അപ്പൊ അതിന് എന്ത് പറയാം, ഒരു ദുരന്താനന്തര ഘട്ടം എന്ന് പറയാം കേട്ടോ. ഓക്കെ, അത് എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ. മിസ്സേ, എന്തോ? ദുരന്താനന്തര ഘട്ടം ദുരന്തത്തിന് ശേഷം സാധാരണഗതിയിലേക്ക് ആ ദുരന്തം നടന്ന സ്ഥലം എത്തിക്കുന്ന ആ ഒരു അവസ്ഥ അല്ലെ? അതെ, അത് തന്നെ കേട്ടോ. അത് വേറെ വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പൊ വേറെ ഇത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് നോട്ടിൽ, അപ്പൊ മനസ്സിലാവും ഒന്നും കൂടി. അത് എഴുതിക്കോളൂ കേട്ടോ. ദുരന്തങ്ങളുടെ അനന്തര ഫലങ്ങളെ അടുത്ത ചോദ്യമായിട്ട് എഴുതാം. ദുരന്തങ്ങളുടെ അനന്തര ഫലങ്ങളെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ പ്രത്യാഘാതങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. 3ആയിട്ട് തരംതിരിക്കാം. ദുരന്തങ്ങളുടെ അനന്തര ഫലങ്ങളെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ പ്രത്യാഘാതങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. മാം ഒന്നുകൂടി പറയോ? ദ്വിതീയ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി അങ്ങനെയായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ പ്രത്യാഘാതങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാട്ടോ. ഇത് കൂടുതലുണ്ട്, സമയം തികയില്ല ഇത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കൂടുതലുണ്ട് എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ ഇത്?
സമയമില്ലല്ലോ ഇപ്പോ. യെസ് മാം. നെക്സ്റ്റ് ക്ലാസ് മതി കേട്ടോ. Yes, എത്രയും ma'am. അടുത്ത ക്ലാസ്സിൽ മതി. പഠിച്ചിട്ട് വരണം കേട്ടോ. പഠിച്ചിട്ട് വരാ. ആ ഫ്ലോ ചാർട്ട് പഠിക്കണം കേട്ടോ. ഫ്ലോ ചാർട്ട്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഇടിമിന്നല് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അത് PSC ചോദിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ ഉരുൾപൊട്ടൽ ചോദിക്കാം, ഇനി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ചോദിക്കാം കേട്ടോ. ഓക്കെ. ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായതെന്നാ ഇവിടെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായതെന്നാ? മിസ്സേ മോക്ക് ടെസ്റ്റ് ഇതുവരെ കിട്ടി തുടങ്ങിയില്ലല്ലോ. 18. എത്രയും പെട്ടെന്ന് ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സിൻഡ്രേസ് സാറുമായിട്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ രണ്ടാമത് ക്യാഷ് കൊടുത്തിട്ട് ഒന്നും കൂടി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു, പഴയ സ്റ്റുഡൻസിനായതുകൊണ്ടേ. നിങ്ങൾ വിളിച്ചിരുന്നോ സാറിനെ? ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിരുന്നോ? വിളിച്ചിരുന്നു മിസ്സേ. അപ്പൊ എന്ത് പറഞ്ഞു? അത് ഓൾഡ് സ്റ്റുഡൻസിനാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ രണ്ടാമത് നമ്മള് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. പഴയ സ്റ്റുഡൻസിനാണ് കിട്ടാത്തത്. അപ്പൊ രണ്ടാമത് ഫീ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു ഒന്നും കൂടി. ആണല്ലേ? നല്ലതാണ് അത് കിട്ടിയാൽ. ഹലോ, പറഞ്ഞോ. അതുണ്ടല്ലോ, ഞങ്ങളിപ്പോ ഇന്ന് പുതിയ ബാച്ച് തുടങ്ങുന്ന പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയിട്ട് കിട്ടുമോ? കിട്ടുമല്ലോ. ഇതിനകത്ത് ഉണ്ടാവുമല്ലോ, റെക്കോർഡ് ഉണ്ടാവുമല്ലോ. ഇത് റെക്കോർഡ് ക്ലാസ് ആയിട്ട് മറ്റേ ക്ലാസ് റൂമിലിടോ? ഗൂഗിൾ ക്ലാസ് റൂമിലിടോ? ക്ലാസ് റൂമില് റെക്കോർഡിംഗ് ക്ലാസ് ആയിട്ട് എല്ലാ ദിവസവും അവർക്ക് ഇട്ട് തരുന്നുണ്ട്. എനിക്കും അങ്ങനെ ഇട്ട് തരുന്നുണ്ട്. ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവര് പറഞ്ഞിട്ട് തന്നെ ചെയ്യാം കേട്ടോ. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആവില്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് ഇത് പഠിച്ചിട്ട് വരിക കേട്ടോ. നീ തിന്നാൻ എനിക്ക് വെറും ചോറും കറി മാത്രമല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാം. ഓക്കെ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു. എന്താ ടീച്ചർക്ക് കാണാത്തോ? കാണാത്തോ? കാണുന്നില്ല. വെറുതെ നമ്മൾക്ക് ചോദ്യമൊക്കെ ടീച്ചർക്ക് കാണാത്തോ? ഇല്ല മോനെ. പഠിക്കുന്നതൊക്കെ എത്രാം ക്ലാസ്സിലെ? എല്ലാരും ഓരോ ക്ലാസ്സിലുള്ള. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് പഠിക്കുന്നത്. എത്രാം ക്ലാസ് വരാ? എത്രാം ക്ലാസ് വരാന്ന്? എത്രാം ക്ലാസ് വരാന്ന്? അതൊന്നും ഇല്ല. കോളേജ് മുതൽ അങ്ങോട്ടുള്ള എല്ലാവർക്കും. ഇനി ഒന്ന് വായിലരിക്കും. കറി കഴിക്കല്ലേ. ഡിഗ്രി ഡിഗ്രി എല്ലാം പഠിക്കണം.